നമസ്കാരം. ഏവർക്കും മലയാളം ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ലോകപ്രസിദ്ധ പേർഷ്യൻ കവിയായിരുന്നു 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജലാലുദ്ദീൻ റൂമി. അദ്ദേഹത്തിന്റെ വ്യാജ സൂചനകൾ എന്ന കവിതയാണ് നാം ഇന്ന് ക്ലാസ്സിൽ ചർച്ച ചെയ്യുവാൻ പോകുന്നത്. IAS ഉദ്യോഗസ്ഥനായിരുന്ന ജയകുമാർ കവി, ഗാനരചയിതാവ്, വിവർത്തകൻ, ചിത്രകാരൻ, തിരക്കഥാകൃത്ത് എന്നീ നിലകളിൽ ശോഭിച്ച വ്യക്തിയാണ്. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലറായും പ്രവർത്തിച്ചിരുന്ന കെ ജയകുമാറാണ് ജലാലുദ്ദീൻ റൂമിയുടെ വ്യാജ സൂചനകൾ എന്ന കവിത വിവർത്തനം ചെയ്തിരിക്കുന്നത്. കവിത വായിക്കാം. മായാവികളെ പോലെ ലോകം നിനക്ക് വ്യാജ സൂചനകൾ നൽകി. മായാവികളെ പോലെ ലോകം നിനക്ക് വ്യാജ സൂചനകൾ നൽകി. അവയൊന്നും നീ പക്ഷേ കാര്യമാക്കിയില്ല. അവയൊന്നും നീ പക്ഷേ കാര്യമാക്കിയില്ല. നീ സൂചനകൾക്ക് അതീതനായി, പിന്നെ നീ സൂര്യനായി. നീ സൂചനകൾക്ക് അതീതനായി, പിന്നെ നീ സൂര്യനായി. നീ എന്താണ് കിരീടം ചൂടാത്തത്? നീ എന്താണ് കിരീടം ചൂടാത്തത്? എന്തിനാണ് നീ ആത്മാവിലേക്ക് നോക്കുന്നത്? നീ ആത്മാവിലേക്ക് പോയി കഴിഞ്ഞല്ലോ. എന്തിനാണ് നീ ആത്മാവിലേക്ക് നോക്കുന്നത്? നീ ആത്മാവിലേക്ക് പോയി കഴിഞ്ഞല്ലോ. ഹൃദയമേ, നീ എന്തൊരത്ഭുത പതംഗമാണ്. ഹൃദയമേ, നീ എന്തൊരത്ഭുത പതംഗമാണ്. കവചങ്ങൾക്ക് സമാനമായ ഇരുപക്ഷങ്ങളിൽ നീ പറന്നുയർന്നു. കവചങ്ങൾക്ക് സമാനമായ ഇരുപക്ഷങ്ങളിൽ നീ പറന്നുയർന്നു. പനിനീർ പുഷ്പം ശരത്കാലത്തിൽ അപ്രത്യക്ഷമാവുന്നു. പനിനീർ പുഷ്പം ശരത്കാലത്തിൽ അപ്രത്യക്ഷമാവുന്നു. നീ എന്തൊരു സുധീര പുഷ്പമാണ്. ശരത്കാല മാരുതനൊപ്പം നീ ചുറ്റി നടക്കാൻ പോയി. നീ എന്തൊരു സുധീര പുഷ്പമാണ്. ശരത്കാല മാരുതനൊപ്പം നീ ചുറ്റി നടക്കാൻ പോയി. ലോകത്തിന്റെ മേൽക്കൂരയിൽ നീ മഴയായി പെയ്തു. ലോകത്തിന്റെ മേൽക്കൂരയിൽ നീ മഴയായി പെയ്തു. വാക്കുകളുടെ നൊമ്പരത്തിൽ നിന്നൊഴിഞ്ഞ് നിശബ്ദമായിരിക്കുക. വാക്കുകളുടെ നൊമ്പരത്തിൽ നിന്ന് ഒഴിഞ്ഞ് നിശബ്ദമായിരിക്കുക. ഇത്രയും സ്നേഹവായ്പുള്ള മിത്രത്തിൽ അഭയം തേടിയ നീ ഉറങ്ങാതിരിക്കുക. ഇത്രയും സ്നേഹവായ്പുള്ള മിത്രത്തിൽ അഭയം തേടിയ നീ ഉറങ്ങാതിരിക്കുക. ഭൗതിക ലോകത്തിലെ അവസ്ഥാന്തരങ്ങൾ വ്യാജ സൂചനകൾ നൽകുന്നവയാണ്. അവ മനുഷ്യനെ സുഖഭോഗങ്ങളുടെയും തൃഷ്ണകളുടെയും ലോകത്തേക്ക് വലിച്ചിഴയ്ക്കും. കവി മായാവികളെ പോലെ ലോകം നിനക്ക് വ്യാജ സൂചനകൾ നൽകി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. മായാവികൾ രൂപം മാറി വിഭ്രമം വിതച്ച് പ്രത്യക്ഷപ്പെടുന്നത് പോലെ വ്യാജമായ സൂചനകൾ നൽകി നിന്നെയും ഭൗതികലോക ജീവിതത്തിന്റെ വർണ്ണപ്പകിട്ടുകളിലേക്കും സുഖഭോഗങ്ങളിലേക്കും നയിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ നീ അതിൽ വീഴാതെ രക്ഷപ്പെടുകയാണ് ചെയ്തത്. നീ സൂചനകൾക്ക് അതീതനായി നിലപാടുകൾ എടുത്തു. അതിനാൽ നീ സൂര്യനെ പോലെ ജ്വലിച്ചു. ആ പ്രകാശധാരയിൽ നിന്റെ കിരീടത്തിന്റെ ഭംഗി കൂടി ജ്വലിക്കേണ്ടതായിരുന്നു. പക്ഷേ നീ എന്തുകൊണ്ടോ കിരീടമണിഞ്ഞില്ല. അത്തരം കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാൻ നിനക്ക് താല്പര്യമില്ലായിരിക്കാം. പ്രശസ്തിയും അനുമോദനങ്ങളും ഒന്നും നിന്നെ ആകർഷിക്കുന്നുണ്ടാവില്ല. അനുഭവജ്ഞാനത്തിലൂടെ ആർജിക്കുന്നതും ആത്മജ്ഞാനത്തിലൂടെ തിരിച്ചറിയുന്നതുമായ കാര്യങ്ങൾ കൊണ്ടാണ് ഒരാൾ ജ്ഞാനിയാകുന്നത്. എന്തിനാണ് നീ ആത്മാവിലേക്ക് നോക്കുന്നതെന്ന് കവി ചോദിക്കുന്നു. നീ ആത്മാവിലേക്ക് പോയി കഴിഞ്ഞുവെന്നും കവി പറയുന്നു. തൻ്റെ പ്രിയ സുഹൃത്തായ ഷംസുദ്ദീന്റെ ചിത്രം കവി മനസ്സിന്റെ ആഴത്തിലേക്ക് കടന്നു ചെന്ന് വേദനയുടെ ചുഴികൾ സൃഷ്ടിക്കുന്നുണ്ടാവാം. ആ സ്നേഹം എത്രമാത്രം ദൃഢമായിരുന്നുവെന്ന് ആത്മാവിലേക്ക് എന്ന പ്രയോഗം വ്യക്തമാക്കുന്നുണ്ട്. ദുരൂഹതയിൽ അലിഞ്ഞുപോയ ആ സുഹൃത്തിന്റെ ഓർമ്മകളുമായി കവി ആത്മീയ സൗന്ദര്യത്തിലേക്ക് ലയിച്ചു ചേരുന്ന നിർവൃതി കൈക്കൊള്ളുമ്പോൾ പ്രണയത്തിന്റെ ആത്യന്തിക സൗന്ദര്യത്തിലേക്ക് കൂടി സഞ്ചരിക്കുകയാണ് കവിഹൃദയം. നീ എന്തൊരത്ഭുത പതംഗമാണ്. കവചങ്ങൾക്ക് സമാനമായ ഇരുപക്ഷങ്ങളിൽ നീ പറന്നുയർന്നു എന്ന് കവി പാടുമ്പോൾ ഭൗതിക ലോകം നൽകുന്ന എല്ലാ സുഖഭോഗങ്ങളെക്കാളും ആത്മീയ സൗന്ദര്യത്തിൽ ലയിച്ചു ചേരുന്ന അവസ്ഥയാണ് പ്രധാനം എന്ന് കവി ചിന്തിച്ചുറപ്പിക്കുന്നതായി തോന്നും. അത്ഭുത പറവയെ പോലെ ആത്മാവ് പറന്നുയരുകയാണ്. കവചങ്ങൾക്ക് തുല്യമായ ശക്തമായ ചിറകുകളാണ് അതിനുള്ളത്. പ്രണയാർദ്രമായ മനസ്സിന്റെ സഞ്ചാരത്തെ അത്ഭുത പറവയുടെ ശക്തമായ ചിറകുകൾ കൊണ്ടുള്ള പറക്കലായി കവി വിഭാവനം ചെയ്യുന്നു. ആത്മാവിന്റെയും ആത്മാവിലേക്ക് അലിഞ്ഞു ചേർന്ന അനുഭവമായി
കവിയുടെ പ്രണയം മാറിത്തീരുന്നു. അത് ശക്തമായ ചിറകുകൾ വിടർത്തിയുള്ള പറക്കലാകുന്നു. കവിയുടെ പ്രണയം തന്നെയാണ് കവചമായി മാറുന്നത്. പ്രണയത്തിന് ശക്തിവിശേഷം ഇല്ലായിരുന്നുവെങ്കിൽ ജീവിതം ദുസ്സഹമാവുമായിരുന്നു. ശരത്കാലം പനിനീർ പുഷ്പത്തിന്റെ പ്രഭാവകാലമല്ല, അതിൻ്റെ പ്രഭാവകാലം വസന്തകാലമാണ്. അത് പ്രകൃതി നിയമമാണ്. പക്ഷേ നീ ശരത്കാലത്ത് വിടരുക മാത്രമല്ല, കാറ്റിനോടൊപ്പം ചുറ്റിയടിക്കാനും പോകുന്നു. നീ എന്തൊരു ധൈര്യശാലിയാണെന്നാണ് കവി ചോദിക്കുന്നത്. ലോകത്തിന്റെ മേൽക്കൂരയിൽ നീ മഴയായി പെയ്യുന്നു. പ്രണയാനുഭൂതിയുടെ പാരമ്യതയിൽ സ്നേഹം ലോകത്തെ എല്ലാ ജീവജാലങ്ങളുടെയും മേൽ സ്നേഹസ്പർശം പൊഴിക്കുന്നു. പ്രണയം ഇവിടെ പ്രപഞ്ചശക്തിയാകുന്നു. എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് ആധാരമായ ജലപ്രവാഹമാകുന്നു. ആർദ്രമായ അന്തരീക്ഷത്തിലൂടെ എല്ലാത്തിൻ്റെയും വളർച്ചയെ നിയന്ത്രിക്കുന്നു, പോഷിപ്പിക്കുന്നു. വിടരാനും പടരാനുമുള്ള അന്തരീക്ഷം ഉണ്ടാക്കുന്നു. പ്രണയത്തിന്റെ ആർദ്രതയാണ് ലോകത്തിന്റെ നിലനിൽപ്പിന് ആധാരമെന്ന് കവി വ്യഞ്ജിപ്പിക്കുകയാണ് ഇവിടെ. വാക്കുകൾ നൽകുന്ന വേദനകളിൽ നിന്ന് ഒഴിഞ്ഞുമാറി നിശബ്ദമായിരിക്കാൻ കവി പറയുന്നു. മൗനം പലപ്പോഴും വാക്കുകളേക്കാൾ വാചാലമാകാറുണ്ടല്ലോ. മൗനം ആത്മാവുകൾക്ക് പരസ്പരം വികാരങ്ങൾ കൈമാറാനുള്ള മാധ്യമമായി മാറാറുണ്ട്. നീയും ഞാനും തമ്മിലുള്ള ഹൃദയവികാരങ്ങൾ പങ്കുവെക്കൽ നിശബ്ദതയിലൂടെ നടക്കുന്നതാണ് കൂടുതൽ നല്ലത്. വാക്കുകൾ കൊണ്ട് പകർന്നു നൽകാനാവുന്നതിലും കൂടുതലാണ് നിശബ്ദതയിലൂടെ പകർന്നു നൽകാൻ കഴിയുന്ന പ്രണയാനുഭൂതികൾ. വാക്കുകൾ പലപ്പോഴും മുറിവേൽപ്പിക്കുന്നവയായി തീരാറുണ്ട്. വേർപാടുകളാണ് പലപ്പോഴും എത്ര തീവ്രമായിരുന്നു അയാൾ നൽകിയ സ്നേഹത്തിന്റെ ദൃഢത എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വേർപാട് അനുഭവിക്കുമ്പോൾ അത് പ്രണയത്തെ കൂടുതൽ ഹൃദയഹാരിയാക്കുകയും അതിൻ്റെ മഹത്വം എന്തായിരുന്നുവെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. നീയും ഞാനും തമ്മിൽ അന്തരമില്ലാത്ത അവസ്ഥയാണ് ഈ കവിതയിൽ കാണുന്നത്. എല്ലാ വേദനകളെയും കവി മറക്കുന്നത് കൂടുതൽ സ്നേഹിച്ചുകൊണ്ടാണ്, മനസ്സിനെ പ്രണയാർദ്രമാക്കിക്കൊണ്ടാണ്. പ്രണയം ശരീരങ്ങൾ തമ്മിലല്ല, ആത്മാവുകൾ തമ്മിലാണെന്ന് വ്യഞ്ജിപ്പിക്കുന്നതാണ് റൂമിയുടെ കവിതകൾ. ശരീരങ്ങൾ കൊണ്ട് അകന്നാലും ആത്മാവുകൾ എന്നും ദൃഢമായി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കും എന്നാണ് കവി പറയുന്നത്. ഷംസുദ്ദീൻ എന്ന സുഹൃത്തിന്റെ വേർപാടിനെ കവി പൊരുത്തപ്പെടുത്തുന്നത് ഈ ആത്മാവുകൾ തമ്മിലുള്ള ബന്ധത്തിലൂടെയാണ്. ആ ആത്മബന്ധത്തെയാണ് കവി പ്രണയമെന്ന് പറയുന്നത്. മനുഷ്യനും ദൈവവും തമ്മിലുള്ള ദൃഢമായ ലയിച്ചു ചേരലും ഇവിടെ പ്രണയമാണ്. പ്രണയം രണ്ട് ശരീരങ്ങളിൽ നിന്ന് പുറത്തു കടന്ന് ആത്മാവുകൾ തമ്മിലുള്ള ഇഴുകിച്ചേരലായി തീരുന്നു. അതിനൊരിക്കലും ദൃഢത നഷ്ടപ്പെടില്ല. അതെപ്പോഴും ശക്തമായി നിലകൊള്ളും. സൂഫിസം നിർവചിക്കാൻ കഴിയാത്ത ഒന്നാണെന്ന് പറയുന്നത് പോലെ റൂമിയുടെ പ്രണയവും നിർവചനാതീതമായി നിലകൊള്ളുന്നു.